ഇന്ന് നിലവിൽ ബാക്കിയുള്ള 6 ടീമുകളിൽ ഈ ഫ്രാൻസിന്റെ ഫോർവേഡ്സിനെ തടയാൻ കപ്പാസിറ്റിയുള്ള ഏത് ഡിഫൻസാണുള്ളത്? അങ്ങനെ ഡിഫൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രാൻസിനെ അതിജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പ് ഫ്രാൻസിനുള്ളതാണ്. എല്ലാം സെറ്റായിരുന്നു. 2022 മൊറോക്കോ ടീമിനേക്കാളും ചെറിയ വ്യത്യാസമുള്ള ഒരു ടീം, 2022 ഫ്രാൻസ് ടീമിനേക്കാളും ഒരുപാട് വ്യത്യാസമുള്ള പുതിയൊരു ടീം. കമൻട്രി ബോക്സിൽ പീറ്റർ ഡ്യൂറി. നമ്മളെന്താണ് പ്രതീക്ഷിച്ചത്? മാവൽ അറ്റ്ലസ് ലയൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീറ്റർ ഡ്യൂറി അവസാനം എന്തൊക്കെയോ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം മൊറോക്കോയ്ക്കെതിരെ ഉണ്ടായിരുന്നത് ഫ്രാൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഒരുപാട് വ്യത്യാസമുള്ളൊരു ഫ്രാൻസ്. സ്വാഭാവികമായിട്ടും ഫ്രാൻസും മൊറോക്കോയും വരുമ്പോൾ ഏത് മൊറോക്കോ ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിലും നോക്കൌട്ട് സ്റ്റേജിലാണെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ആഫ്രിക്കൻ സ്വപ്നവുമായി വന്ന മൊറോക്കോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും, അതായത് ആദ്യമായി സെമി ഫൈനൽ കളിച്ച ഒരു ആഫ്രിക്കൻ ടീം, ആ ടീമിനേക്കാളും വ്യത്യസ്തമായൊരു ടീമായിരിക്കും ഈ ടീം എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി വന്ന മൊറോക്കോ. പക്ഷെ സംഭവിച്ചത് എന്താണ്? നമ്മൾ സാധാരണ പറയാറുള്ളൊരു ഉപമയുണ്ട്. നിങ്ങളൊരു പുഴയും നിങ്ങളുടെ മുമ്പിൽ മഹാസമുദ്രവുമാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ഒരു മഹാസമുദ്രത്തിൻ്റെ മുമ്പിലാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരണമെന്ന്. ഇന്നത്തെ ഫ്രാൻസിന്റെ മുഴുവൻ കളിയും നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കുക. ഫോർവേഡിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും മൊറോക്കോയുടെ കളിയേക്കാളും ഏറ്റവും ഹൈലി സുപ്രീമായിട്ടുള്ള, അതല്ലെങ്കിൽ സാധാരണ പൊളിറ്റിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു ഹെജിമണി കീപ്പ് ചെയ്യുന്ന തികച്ചും ഒഥോറിറ്റിയോട് കൂടിയുള്ള ഒരു കളിയായിരുന്നു ഫ്രാൻസിൻ്റെത്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഫ്രാൻസ് ഈ കളി തോക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഹാഫ് ടൈമിലായിരുന്നു. പക്ഷെ ഹാഫ് ടൈമിന് ശേഷം എന്താണ് സംഭവിച്ചത്? കംപ്ലീറ്റ് അതോറിറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫുട്ബോളിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് നോക്കൌട്ട് സ്റ്റേജിലെ ക്രിട്ടിക്കൽ മാച്ചുകളിൽ ഒരു ടീം പൊസഷൻ ഒരുപാട് കയ്യിൽ വെക്കുന്ന ഒരു ടീം സൈക്കോളജിക്കലി അവർക്കൊരു അപ്പർ ഹാൻഡ് വരും. ആ അപ്പർ ഹാൻഡിനെ എങ്ങനെയാണ് ഒരു നല്ല ടീം നേരിടുക? പരമാവധി എത്രയും വേഗം തന്നെ ബോൾ തിരിച്ചെടുത്തിട്ട് എതിർ ടീമിൻ്റെ ഗോൾ ഏരിയയിലേക്ക് കടന്ന് അവരെ ഓപ്പോസിഷൻ ടീമിൻ്റെ ഈ പൊസഷൻ ഗെയിമിനെ എത്രത്തോളം ദുർബലമാക്കാൻ പറ്റുമോ അത്രത്തോളം ദുർബലമാക്കാനുള്ള ഗെയിമാണ് അവർ കളിക്കുക. നിങ്ങൾ മൊത്തം എൻ്റയർ ഗെയിമിൻ്റെ പൊസഷൻ നോക്കൂ. ഫ്രാൻസ് 45, മൊറോക്കോ 55. മൊറോക്കോ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിൽ നിന്നും ബോൾ തട്ടിയെടുത്തിട്ട് പരമാവധി പൊസഷൻ കീപ്പ് ചെയ്തിട്ട് ഫ്രാൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കിൽ നിന്നും എത്രയും വേഗം മുന്നോട്ട് പോയിട്ട് ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമമായിരുന്നു മൊറോക്കോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്രാൻസിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് അത്ര ചില്ലറ ഡിഫൻസ് ഒന്നുമല്ല. റൈറ്റ് ബാക്കായിട്ട് കൂണ്ടെ, സെൻട്രലിൽ ഉപമക്കാനോയും സലീബയും, ലെഫ്റ്റ് വിങ്ങിൽ ഡീനെ. ഈ ഒരു ഡിഫൻസിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരിക്കലും മൊറോക്കോയ്ക്ക് പറ്റിയിരുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അത് വിട്. പിന്നെ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? മിഡ്ഫീൽഡ്. ഈ മിഡ്ഫീൽഡിൽ മാനു കോനയും അതോടൊപ്പം തന്നെ ദുവെയും ഒലീസയും ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരൊരിക്കലും ബോൾ കിട്ടുന്ന അവസരത്തിൽ മൊത്തം മുന്നിലോട്ടിട്ടെടുത്ത് ഡെമ്പലയ്ക്കോ അല്ലെങ്കിൽ എംബാപ്പയ്ക്കോ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ഒരു പതുക്കെ ഒരു താളം കണ്ടെത്തിയിട്ട് മൊറോക്കോ ഡിഫെൻസീവ്ലി ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് മുന്നോട്ട് ബോൾ അഡ്വാൻസ് ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ കണ്ടത്. മൊറോക്കോയുടെ ഡിഫൻസിന് ഈ എൻ്റയർ വേൾഡ് കപ്പിൽ മൊറോക്കോയുടെ ഡിഫൻസിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള അനാലിസിസുകൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മൊറോക്കോയുടെ ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വലയിൽ പെട്ടുപോയൊരു സ്രാവിനെ പോലെയാണ്. ഇവിടെ വല എന്ന് പറയുന്നത് മൊറോക്കൻ ടീമും സ്രാവ് എന്ന് പറയുന്നത് ബോളാണ്. സ്രാവ് എങ്ങോട്ടൊക്കെ എങ്ങോട്ടൊക്കെ കറങ്ങുന്നുവോ അതേ ദിശയിൽ തന്നെ ആയിരിക്കും ഈ നെറ്റ് കിടന്ന് കറങ്ങുന്നുണ്ടാവുക. അതുപോലെയായിരുന്നു മൊറോക്കോയുടെ ഡിഫൻസ്. അതായത് ഒരു പ്ലെയർ, ഫ്രാൻസിൻ്റെ പ്ലെയർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിനെ എയിം ചെയ്തിട്ട് എൻ്റയർ ഡിഫൻസ് സിസ്റ്റം മൂവ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇങ്ങനെ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ് ഫ്രാൻസ് ഓവർകം ചെയ്തത്? സിംപിളി അവരുടെ ടീമിലെ ഫോർവേഡ്സിൻ്റെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെയും സ്ട്രാറ്റജിക് ആൻഡ് ഫുട്ബോളിംഗ് എബിലിറ്റി കൊണ്ടാണ്. അവിടെയാണ് എംബാപ്പെ, ഡെമ്പലെ, ഡിസൈർ ദുവെ, മൈക്കൽ ഒലീസെ, ഈ 4 പ്ലേയേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഫുട്ബോളിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഫുട്ബോളിംഗ് പവർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 4 പ്ലേയേഴ്സും പറയുന്നൊരു സംഗതിയുണ്ട്: നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കും. അതിനി വരാൻ പോകുന്ന സ്പെയിൻ ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്ന അർജന്റീന ആണെങ്കിലും അവർ പറയുന്ന ഒരു ഒറ്റ സംഗതിയുള്ളൂ: ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കുക. കാരണം അത്രത്തോളം ടെക്നിക്കലി സൗണ്ടാണ്, അത്രത്തോളം ഫുട്ബോളിംഗ് കപ്പാസിറ്റിയിൽ വെൽ വേഴ്സ്ഡ് ആണ് ഫ്രാൻസ്. ഈ ഫ്രാൻസിനെ തോൽപ്പിക്കൽ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രാൻസിനെ എങ്ങനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഫ്രാൻസിനെ തോൽപ്പിക്കൽ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ഫ്രാൻസിൻ്റെ ഏതെങ്കിലും ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡിനെ നിങ്ങൾ ദുർബലമാക്കുക. ഇതൊന്നുമല്ലെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഫോർവേഡ്സിനെ തടയുക. ഇന്ന് നിലവിൽ ബാക്കിയുള്ള 6 ടീമുകളിൽ ഈ ഫ്രാൻസിൻ്റെ ഫോർവേഡ്സിനെ തടയാൻ കപ്പാസിറ്റിയുള്ള ഏത് ഡിഫൻസാണുള്ളത്? അങ്ങനെ ഡിഫൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രാൻസിനെ അതിജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പ് ഫ്രാൻസിനുള്ളതാണ്.